CPM-ഉം കോൺഗ്രസും ഡീൽ നാടകം കളിക്കുന്നത് ഒരു സമുദായത്തിന് വോട്ടിന് വേണ്ടിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പല മണ്ഡലത്തിലും ഡീലാണെന്നാണ് CPM-ഉം UDF-ഉം ആരോപിക്കുന്നത്. ഈ ആരോപണം തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നാണമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. UPA സർക്കാരിനെ പിന്തുണച്ചത് CPM ആയിരുന്നില്ലേ? തമിഴ്നാട്ടിൽ ആരെല്ലാമാണ് ഒന്നിച്ചു മത്സരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളും BJP സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ചു. ഇത്തരത്തിൽ കോൺഗ്രസും CPM-ഉം ഒരു സമുദായത്തിന്റെ വോട്ടിന് വേണ്ടിയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. CPM BJP-യുടെ B ടീമാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത് ഏത് സമുദായത്തിന്റെ വോട്ട് ലക്ഷ്യമിട്ട് പറഞ്ഞതാണെന്നും അദ്ദേഹം ചോദിച്ചു. ഏത് സമുദായമാണെന്നൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അത് മനസ്സിലാകും. എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ഒരു സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ വിഡ്ഢിത്തരം പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും ശ്രമം. ജനങ്ങൾക്ക് ഇരുകൂട്ടരെയും മതിയായെന്നും അവർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആദ്യം ആരോപണം ഉന്നയിച്ച മണ്ഡലങ്ങളിൽ മാത്രമല്ല, വേറെയും ചില മണ്ഡലങ്ങളിൽ കൂടിയും BJP CPM ഡീൽ ഉണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പിന്നാലെയാണ് ഇത് നിഷേധിച്ച് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത്. മഞ്ചേശ്വരം, കോന്നി, റാന്നി എന്നീ മണ്ഡലങ്ങളിൽ CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്നായിരുന്നു VD സതീശന്റെ ഇന്നത്തെ ആരോപണം. 10 മണ്ഡലങ്ങളിൽ ഡീലുണ്ടെന്നായിരുന്നു ആരോപണം. ഡീൽ ആരോപണം CPM-ഉം BJP-യും തള്ളിയ സാഹചര്യത്തിലാണ് കൂടുതൽ ശക്തമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് എത്തിയത്. 1-ാം നമ്പർ കാർ ഒഴിവാക്കി RSS-ഉമായി ചർച്ചയ്ക്ക് പോയ ആളാണ് മുഖ്യമന്ത്രിയെന്നും 1977-ൽ RSS വോട്ട് നേടി ജയിച്ചയാളാണ് മുഖ്യമന്ത്രിയെന്നും ആ ചരിത്രം തങ്ങൾക്ക് പറയേണ്ടി വരുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചത്.